ശ്രീ വി കെ സനോജ്, ഇതിപ്പോ നടപ്പാക്കാൻ കഴിയാത്തത് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഈ ബജറ്റ് ഒരു ഗീർവാണമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ വിമർശനം. മറുപടി എന്താണ്? അല്ല, ഒരു ഗീർവാണത്തിന്റെയും കാര്യമില്ലല്ലോ. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായി ബജറ്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ അവതരിപ്പിച്ച ബജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്. 28 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. കേരളത്തിൽ മേജർ പ്രൊജക്റ്റുകൾക്ക് 2% തുക മാത്രമേ നീക്കി വെക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വന്ന മാറ്റങ്ങൾ എന്താ നിങ്ങൾ കാണാത്തത്? കേരളത്തിലെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വന്ന മാറ്റം കൊണ്ടാണ് 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ IT കയറ്റുമതി എന്ന് പറഞ്ഞാൽ 8500 കോടി മാത്രമായിരുന്നു. ആ 8500 കോടിയിൽ നിന്ന് 26,252 കോടിയിലേക്ക് കേരളത്തിലെ IT രംഗത്ത് കയറ്റുമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വികസന കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങൾ ഈ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം എത്ര വീടുകളാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചു കൊടുത്തത്? 5,25,000 നമ്മളൊരു ബജറ്റ് ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതിൽ കുറച്ച് കീവേഡ്സ് ഉണ്ട്. അതായത് മേജർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ മേജർ പ്രോജക്ട്സ് തന്നെയാണ്. അതിൽ അടിസ്ഥാന സൗകര്യ വികസനം അല്ല വരിക. നമ്മൾ ഈ പറയുന്ന ഭവന നിർമ്മാണം എന്ന് പറയുന്നത് മേജർ പ്രോജക്ട്സ് അല്ല. ഞാൻ പറയട്ടെ, അതെ മേജർ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെ ഇകഴ്ത്തി കാണിക്കാൻ, അതിനെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ബജറ്റിനെ മുൻനിർത്തിയിട്ട് ചർച്ച നടത്തിയിട്ട് കേരളം ഒന്നിനും കൊള്ളാത്ത നാടാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരിക്തമായി കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും സാരമായി ബാധിച്ച ഉജ്ജ്വലമായ പദ്ധതികൾ, അത് ലൈഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ പറയുന്നത് മറ്റേത് സംസ്ഥാനത്ത് ഇത്രയും തുക കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് കിഫ്ബി വഴി 90,000 കോടി രൂപ ചെലവഴിച്ചില്ലേ? ആ പണം ചെലവഴിച്ചപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞാനിപ്പോ ചർച്ചയിൽ നടക്കുന്നില്ല എന്നൊരു പരാമർശം ഇവിടെ ചർച്ചയുടെ അജണ്ടയും അത് അങ്ങനെയല്ല. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നൊരു പറച്ചിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ ചർച്ചയുടെ ഞാൻ നിങ്ങൾ പറഞ്ഞതല്ല പറഞ്ഞത്. എനിക്ക് തൊട്ട് മുന്നേ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറഞ്ഞത് കേരളം എല്ലാ കാര്യത്തിലും പിറകിലാണ്. മറ്റ് 28 സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് CAGയുടെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ മേജർ പ്രോജക്റ്റുകളൊന്നും ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ മേജർ പ്രോജക്റ്റിലെ സ്പെൻഡിങ്ങിൽ നമ്മൾ 28 സംസ്ഥാനങ്ങളിൽ പുറകിലാണ് എന്നുള്ളതാണ്. അല്ല എങ്കിൽ അങ്ങ് പറയൂ, ഈ പറയുന്ന സ്റ്റേറ്റ് വൈസ് പെർസെന്റേജ് എന്നതിൽ പുറകിലാണ്, ഏറ്റവും പുറകിലാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ ഇവിടെ ഈ സമയത്ത് പറയുന്നത് ചോദിച്ചാൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ബജറ്റ് തന്നെ ഒരു പ്രകടന പത്രികയായിട്ട് മാറിയിരിക്കുന്നു എന്നെല്ലാമുള്ള കാര്യങ്ങൾ പലരും പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ മേജർ പ്രോജക്റ്റുകളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപനത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തമസ്കരിക്കാൻ വേണ്ടിയിട്ട് ചില വാദഗതികൾ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. മറ്റത് ശബരിനാഥ് പറഞ്ഞത് കേരളത്തിന് മിസ്മാനേജ്മെന്റ് എന്നാണ്. മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഇവിടെ കേരളത്തിൽ പുതിയ കാർ എടുത്തു എന്നാണ്. അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരെല്ലാം ബസ് കയറി പോകുന്നതാണ്. അങ്ങനെ അത്ര ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും കേരളത്തിലെ ക്ഷേമ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല നിലയിൽ മതിപ്പുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ബജറ്റിനാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതിനകത്ത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ബജറ്റിന് ശേഷം നടക്കുന്ന ചർച്ചകൾ രാഷ്ട്രീയ ചർച്ച എന്നതിനപ്പുറത്ത് അത് സാമ്പത്തികമായ ചില കാഴ്ചപ്പാടുകളിലൂടെ കാണേണ്ടി വരും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ മേജർ പ്രോജക്ട്സിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നമ്മൾ സാമൂഹ്യക്ഷേമ മേഖലയിൽ ചെലവഴിക്കുന്നു എന്നിരിക്കുക. ഇത് റിട്ടേൺ ഇല്ലാത്ത ഫണ്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഇല്ലാത്ത ഫണ്ടാണ്. നമ്മൾ മേജർ പ്രോജക്ട്സിൽ കൂടി സമാനമായോ അനുപാതികമായോ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ഷേമ പദ്ധതികൾക്ക് നമുക്ക് വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ വരണം എന്നുള്ളതാണ് സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. രാഷ്ട്രീയമായി, സാമൂഹ്യമായി, ഒരു സോഷ്യൽ കാഴ്ചപ്പാടിലൂടെ നമുക്ക് അങ്ങനെ പറയാം. നമ്മൾ അങ്ങനെ പറയാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ് രാഷ്ട്രീയമായി. പക്ഷേ അതിനപ്പുറം നമുക്ക് റിട്ടേൺ വേണം. ആ റിട്ടേൺ വന്നതിനെ കുറിച്ചാണ് മധു
മാധു റിട്ടേൺ വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കേരളത്തിലെ വിദ്യാർത്ഥികൾ, കേരളത്തിലെ ചെറുപ്പക്കാർ എല്ലാവരും പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. നല്ല ഉന്നത പഠനം വരെ ഈ കേരളത്തിന്റെ ചെലവിൽ, സർക്കാരിന്റെ ചെലവിൽ പഠിച്ചിട്ട് അവർ പുറത്തു പോയി ജീവിക്കുന്നു, പുറത്തേക്ക് പോകുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അപ്പൊ സർക്കാർ എന്താ പറയുന്നത്? സർക്കാർ പറയുന്നത് ഇതാ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊന്ന്, നിങ്ങളൊരു ആശയവുമായി വന്നു കഴിഞ്ഞാൽ ആ ആശയത്തെ ഒരു സംരംഭമാക്കി, അതൊരു വ്യവസായമാക്കി, കൂടുതൽ ആളുകൾ തൊഴിൽ കൊടുക്കുന്ന സ്റ്റാർട്ടപ്പുകളാക്കി മാറ്റാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പണം ചെലവഴിക്കുകയാണ്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി കഴിയും. ശരി.